ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. വേറൊന്നുമല്ല, 1.5 വർഷത്തിന് ശേഷം ഏട്ടൻ നാട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് എയർപോർട്ടിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കാണ് എയർപോർട്ടിൽ പോകുന്നത്. അതിൻ്റെ മുന്നേ വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കിലാണ്. പ്രവാസികളുള്ള എല്ലാവരുടെ വീട്ടിലും ഇതുപോലെയൊക്കെ തന്നെയാവും അല്ലേ. നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളും, പിന്നെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയാണല്ലോ അല്ലേ. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ പോകുന്നതിന് മുന്നേ ഇതൊക്കെ റെഡിയാക്കി എടുക്കണ്ടേ. അതിനായിട്ട് ഇന്നലെ തന്നെ ഞാൻ പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉപ്പേരിക്കൊക്കെ ഉള്ളത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളിയൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട്. ആ ബീഫ് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. അതിനായിട്ട് അതൊക്കെ കഴുകി റെഡിയാക്കി എടുക്കണം. എന്നിട്ട് കുക്കറിലാണ്ട് അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണികളൊക്കെ കഴിയുമല്ലോ. അപ്പോൾ 12:30ക്കാണ് പോവേണ്ടത്. അതിൻ്റെ മുന്നേ നമുക്ക് പണികളൊക്കെ ക്ലീനാക്കി എടുക്കണം. പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാണല്ലോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ പണികളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ. അപ്പോൾ നമ്മളിതെല്ലാം സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ആദ്യമേ ബീഫൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടങ്ങ് 5-6 വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഒരുവിധം വെന്ത് വരും. പിന്നെ നാട്ടിലെ ഭക്ഷണമൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഈ പ്രവാസികൾ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഫുഡ് ഉണ്ടാക്കലാണല്ലോ. അപ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ബീഫ് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബീഫിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്തിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പേരി ഉണ്ടാക്കണം. അതിനായിട്ട് കുറച്ച് ഉള്ളിയൊക്കെ അങ്ങ് ചതച്ചെടുക്കാം. പപ്പടം കാച്ചി കഴിഞ്ഞാൽ ആ അടുപ്പത്ത് തന്നെ നമുക്ക് ഉപ്പേരി വറവിടാമല്ലോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവും. ബീഫ് അപ്പുറത്തിരുന്ന് വേവുന്നുണ്ട്. അതിലിടയ്ക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഞാനിതിവിടെ വീഡിയോ ഓണാക്കിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കയ്യിന് വയ്യാത്ത കാരണം കൊണ്ട് അടുക്കളയിലുള്ള പണികൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ അടിച്ചുവാരി തുടച്ച് തരാമെന്നൊക്കെ മോള് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തുണി കഴുകലും ഒക്കെ അവൾ ചെയ്യും. ബാക്കി ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ കുറേ കൂടുതൽ പയർ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഇന്ന് ആവശ്യത്തിനുള്ള മാത്രം എടുത്തിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ. പപ്പടം കാച്ചാനായിട്ട് ഞാൻ കത്തിയാണ് എടുത്തിട്ടുള്ളത്. പപ്പടക്കോലൊന്നും എടുക്കാറില്ല. അപ്പോൾ ഇതാണ് എനിക്ക് സൗകര്യം, ഇതാണ് കേട്ടോ. അപ്പോൾ വേഗം ഇത് വെച്ചങ്ങ് ചെയ്യും. ബീഫിൻ്റെ വിസിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ചട്ടിയൊക്കെ കഴുകി എടുക്കുകയാണ്. നമുക്ക് മീൻകറി വെക്കാനുണ്ട്. മത്തി മുളകിട്ടത് ഏട്ടന് നല്ല ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മുളകിട്ടിട്ട് കറി വെക്കാം. കുറച്ച് മത്തി എടുത്തിട്ട് പൊരിക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മസാലയൊക്കെ തേച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വന്നാൽ ചൂട് കൊടുക്കനെ വറുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ വറുക്കുന്നില്ല, ഫ്രിഡ്ജിലേക്ക് വെക്കും. അങ്ങനെ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചോറും അപ്പുറത്ത് വേവുന്നുണ്ട്.
അപ്പോൾ കുറച്ച് ബീഫ് ഞാൻ വേവിച്ചത് ഇങ്ങ് മാറ്റി വെച്ചു കേട്ടോ, ചില്ലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും നമ്മുടെ അച്ചു നീച്ച് വന്നിട്ടുണ്ട്. അവൻ എയർപോർട്ടിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര മൂഡിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലിടയ്ക്ക് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലൈറ്റിൽ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് നമ്മളിപ്പോൾ ഇതാ ബീഫ് ചില്ലി ഉണ്ടാക്കാനായിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും മസാലകളൊക്കെ ചേർത്തിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലിടയ്ക്ക് ഞാൻ കുറച്ച് അരി കൊണ്ട് ഉണ്ടാക്കി കേട്ടോ. ഏട്ടന് നല്ല ഇഷ്ടമാണ് ഈ അരി വറുത്തിട്ട് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടാക്കില്ലേ, അതാണ് ഇട്ടത്. അപ്പോഴേക്കും നമ്മുടെ സമയമായിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചു, ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാൻ ഛർദ്ദിക്കുമോ എന്ന് പേടിച്ചിട്ട് ഫുഡ് കഴിച്ചില്ല. 2 ബ്രെഡും 1 ഗ്ലാസ് ചായ മാത്രം കുടിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എയർപോർട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഓരോർക്കൊക്കെ പാസ്സാക്കി എണിച്ചപ്പോഴേക്കും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇനി പിന്നെന്താ, ഏട്ടനെയും നോക്കി കട്ട വെയിറ്റിങ്ങിൽ പോസ്റ്റായിട്ട് അങ്ങനെ നിൽക്കും. അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോഴതാ ഒരാൾ വരുന്നു. അതാണ് കേട്ടോ നമ്മുടെ ഏട്ടൻ. അപ്പോൾ ആളെത്തിയിട്ടുണ്ട്. പിന്നെ പോരുന്ന വഴിക്ക് ഒരു ചായ മസാല ദോശയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ വീട്ടിലെത്തി നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്